മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടുനിന്നതോടെ സമസ്ത സമവായ ചർച്ച പൂർത്തിയാക്കാതെ പിരിഞ്ഞു. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഭിന്നിപ്പില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ആദ്യകാലം മുതലേ മുസ്ലിം ലീഗും സമസ്തയും ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടത്താറുണ്ടെന്നും എല്ലാ പഴയ പോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞു. മലപ്പുറത്ത് നടന്ന ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. വലിയ കുടുംബമാകുമ്പോൾ സ്വരച്ചേർച്ച കുറവുണ്ടാകും, അത് പറഞ്ഞു തീർക്കൽ മുൻകാലങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് യോഗം വിളിച്ചത്. ഒരു കൂട്ടർക്ക് അസൗകര്യം കാരണം പങ്കെടുത്തില്ല. ഒരു കൂട്ടരുമായി സംസാരിച്ചു. സമസ്തയുടെ നേതൃത്വം വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് വിഷയത്തെ സമീപിക്കുന്നതെന്നും മറ്റൊരു ദിവസം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് യോഗം ചേരുമെന്നും ഇതിന്റെ ദിവസം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ഒന്നുമില്ല, എല്ലാവരെയും യോജിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുനമ്പം വിഷയത്തിൽ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഈ വിഷയത്തിൽ കൂടുതൽ പഠിച്ച ശേഷം പ്രതികരിക്കും. അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് സത്യമാണെന്നും കൂടിയിരുന്ന് പരിഹാരമുണ്ടാക്കുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചിരുന്നെന്നും ഇതിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും ഇല്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അതേസമയം പറയാനുള്ളത് ഉസ്താദുമാരോട് പറഞ്ഞിട്ടുണ്ടെന്നും രേഖാമൂലം തന്നെ എല്ലാം നൽകിയിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് സമസ്ത ചർച്ചയ്ക്ക് ശേഷം അബ്ദുസമദ് പൂക്കോട്ടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉസ്താദുമാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഉസ്താദുമാർ വിളിച്ചാൽ വരിക എന്നതാണ് ഞങ്ങളുടെ അച്ചടക്കമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, എം ടി അബ്ദുല്ല മുസ്ലിയാർ, പുത്തനേഴി മൊയ്തീൻ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഹാജി യു മുഹമ്മദ് ഷാഫി, അബ്ദുറഹ്മാൻ കല്ലായി, മലയമ്മ അബൂബക്കർ ബാക്കവി, നാസർ ഫൈസി കൂട്ടത്തായി, സലീം എടക്കര, ആർ വി ഹസൻ ദാരിമി, ബ്ലാത്തൂർ അബൂബക്കർ ഹാജി, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവർ പങ്കെടുത്തു. അതേസമയം മുനമ്പം വിഷയത്തിൽ പരസ്യപ്രസ്താവന വിലക്കി മുസ്ലിം ലീഗ് നേതൃത്വം. കെ എം ഷാജിക്ക് പിന്നാലെ ഇ ടി മുഹമ്മദ് ബഷീറും മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയാണെന്ന വാദവുമായി രംഗത്ത് വന്നതോടെയാണ് ലീഗിന്റെ വിലക്ക്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പാണക്കാട് തങ്ങൾ ഇടപെട്ടത് ചൂണ്ടിക്കാട്ടി കെ എം ഷാജി തന്റെ വാദം ആവർത്തിക്കുകയും ഇ ടി മുഹമ്മദ് ബഷീർ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. ഇതോടെയാണ് ലീഗ് നേതൃത്വം ആദ്യം ഈ നേതാക്കൾ പറഞ്ഞത് കാര്യമാക്കേണ്ടതില്ലെന്നും പിന്നീട് പരസ്യ പ്രസ്താവനകൾ വിലക്കുന്നതായും അറിയിച്ചത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമവായ നീക്കത്തെ അട്ടിമറിക്കുന്നതാണ് ലീഗിലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടെന്ന് വി ടി സതീശനടക്കം സൂചിപ്പിച്ചതോടെയാണ് പാണക്കാട് തങ്ങളുടെ അന്ത്യശാസനം. സമുദായ സൗഹൃദമാണ് ലീഗിന്റെ ലക്ഷ്യമെന്നും മറ്റുള്ള പ്രസ്താവനകൾ അവഗണിക്കുകയാണെന്നും പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വിഷയം പരിഹരിക്കുന്നതിനായി സർക്കാർ വേഗത കൂട്ടണമെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.